നമസ്കാരം. ഇന്നത്തെ ലേമാൻസ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫിസിക്സിലെ 4ാമത്തെ യൂണിറ്റായ പ്രകാശപ്രതിപതനം എന്ന യൂണിറ്റ് നമ്മൾ പൂർത്തീകരിച്ചിരുന്നു. ആ യൂണിറ്റിൻ്റെ അവസാനത്തിൽ നൽകിയിട്ടുള്ള ലെറ്റസ് അസസ് അഥവാ വിലയിരുത്താം എന്ന ഭാഗത്തിലെ ചോദ്യങ്ങളും അതുകൂടാതെ കൂടുതൽ ആശയവ്യക്തതയ്ക്ക് വേണ്ടി കുറച്ചുകൂടി ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയാണ് ഇന്നത്തെ ക്ലാസ് തയ്യാറാക്കിയിരിക്കുന്നത്. നമുക്ക് ചോദ്യത്തിലേക്ക് കിടക്കാം. ലെറ്റസ് അസസിലെ 1ാമത്തെ ചോദ്യം: എ ഡെന്റൽ ഡോക്ടർ യൂസസ് എ മിറർ ഓഫ് ഫോക്കൽ ലെങ്ത് 8 സെന്റിമീറ്റർ ടു സീ ദ ടീത്ത് ക്ലിയർലി. വാട്ട് ഷുഡ് ബി ദ മാക്സിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടീത്ത് ആൻഡ് ദ മിറർ? ജസ്റ്റിഫൈ യുവർ ആൻസർ. വിച്ച് ടൈപ്പ് ഓഫ് മിറർ ഹാസ് ബീൻ യൂസ്ഡ് ബൈ ദ ഡോക്ടർ? ചോദ്യം വായിച്ചു. ഒരു ഡെന്റിസ്റ്റ് 8 സെന്റിമീറ്റർ ഫോക്കൽ ലെങ്ത് ഉള്ള ഒരു മിറർ ഉപയോഗിക്കുന്നു. സ്വാഭാവികമായും അത് ഉപയോഗിക്കുന്നത് പല്ലിലുള്ള വളരെ ചെറിയ കേടുകൾ, പാടുകൾ എന്നിവ നേരിട്ട് നോക്കിയാൽ കാണാതെ വന്നേക്കാം. അപ്പോൾ മിററിന്റെ സഹായത്തോടെ വലുതായി കാണിക്കുന്നതിന് വേണ്ടിയാകണം ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒന്ന്, ഇവിടെ ഡോക്ടർ ഉപയോഗിക്കുന്ന മിറർ ഏത് തരം മിറർ ആയിരിക്കും? സെക്കൻഡ് വൺ, അങ്ങനെ പിടിക്കുമ്പോൾ വലുതായി കാണിക്കേണ്ട വസ്തു പല്ലായതുകൊണ്ട് ആ ടീത്ത് പരമാവധി മിററിൽ നിന്ന് എത്ര ദൂരെ വരെ ആകാം എന്നതാണ് ചോദ്യം. കോൺകേവ് മിററിന്റെ ഉപയോഗങ്ങൾ പറഞ്ഞ അവസരത്തിൽ ഡെന്റിസ്റ്റുകൾ കോൺകേവ് മിററുകൾ ഉപയോഗിക്കുന്ന കാര്യം പറഞ്ഞിരുന്നതാണ്. അതിനാൽ ഈ ചോദ്യത്തിലെ ഡോക്ടർ ഉപയോഗിക്കുന്ന മിറർ ഏത് എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടിക്കഴിഞ്ഞു. കോൺകേവ് മിറർ തന്നെ. ഇനി മറ്റൊരു ചോദ്യമുള്ളത്, ഇത്തരത്തിൽ പല്ലിനെ അല്ലെങ്കിൽ പല്ലിലുള്ള അടയാളങ്ങളെയും മറ്റും വ്യക്തമായി കാണാൻ പല്ല് കണ്ണാടിയിൽ നിന്ന് പരമാവധി എത്ര ദൂരെ വരെ ആകാം എന്നതാണ്. ഒരു കോൺകേവ് മിററിൽ ഓബ്ജക്റ്റിന്റെ വലിയ ഇമേജ് ലഭിക്കണമെങ്കിൽ, മാഗ്നിഫൈഡ് ഇമേജ് ലഭിക്കണമെങ്കിൽ ഓബ്ജക്റ്റ് ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ അതിൻ്റെ ഫോക്കസിനും പോളിനും ഇടയിലാണ് വെക്കേണ്ടത്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന മിററിന്റെ ഫോക്കൽ ലെങ്ത് 8 സെന്റിമീറ്റർ ആയതിനാൽ വസ്തു അഥവാ ഇവിടുത്തെ കേസിലാണെങ്കിൽ പല്ല് മിററിൽ നിന്ന് പരമാവധി 8 സെന്റിമീറ്റർ വരെ ആകാനേ പറ്റൂ. 8 സെന്റിമീറ്ററിനേക്കാൾ കൂടുതലായാൽ ഓബ്ജക്റ്റ് പ്രിൻസിപ്പൽ ഫോക്കസിന് അപ്പുറമാകും. അപ്പോൾ കണ്ണാടിക്കുള്ളിൽ ഇമേജ് ലഭിക്കുകയില്ല. പിന്നീട് ഉണ്ടാകുന്നത് റിയൽ ഇമേജ് ആയിരിക്കും, അഥവാ സ്ക്രീനിലായിരിക്കും ഇമേജ് ഉണ്ടാവുക. അപ്പോൾ ഇവിടുത്തെ ലക്ഷ്യം സാധിക്കുകയില്ല. അപ്പോൾ ഫൈനൽ ഉത്തരം ഉപയോഗിക്കേണ്ടത് കോൺകേവ് മിറർ ആണ്. പരമാവധി മിററിൽ നിന്നും 8 സെന്റിമീറ്റർ വരെ ദൂരമാകാവുന്നതാണ്. ഇനി 2ാമത്തെ ചോദ്യം നോക്കാം. ഇമാജിൻ ദാറ്റ് എ സ്ഫെറിക്കൽ മിറർ ഗിവ്സ് ആൻ ഇമേജ് മാഗ്നിഫൈഡ് 5 times at a distance of 5 meter. If so, determine whether the mirror is convex or concave. How much will be the focal length of the mirror? ഈ ചോദ്യം നമ്മുടെ മലയാളം മീഡിയം പുസ്തകത്തിലും ഇംഗ്ലീഷ് മീഡിയം പുസ്തകത്തിലും അല്പം വ്യത്യസ്തമായാണ് കൊടുത്തിരിക്കുന്നത്. ഇംഗ്ലീഷ് മീഡിയം പുസ്തകത്തിൽ ഇമേജ് ഉണ്ടാകുന്നത് 5 മീറ്റർ ദൂരത്തിലാണ് എന്ന് പറയുന്നുണ്ട്. അത് ആ 5 മീറ്റർ എന്ന് പറയുന്നത് മിററിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണോ അതോ ഓബ്ജക്റ്റിൽ നിന്നുള്ള ദൂരമാണോ എന്ന് വ്യക്തമായി പറയുന്നില്ല. എന്നാൽ മലയാളം പുസ്തകത്തിൽ ഓബ്ജക്റ്റിൽ നിന്നും 5 മീറ്റർ അകലത്തിലാണ് ഇമേജ് ഉണ്ടാകുന്നത് എന്ന് വ്യക്തമായി പറയുന്നുണ്ട്. അതിനാൽ മലയാളം പുസ്തകത്തിലെ ചോദ്യത്തെ പരിഗണിച്ചുകൊണ്ടാണ് ഞാനിവിടെ ഇതിന് ഉത്തരം നൽകുന്നത്. ഇത് അല്പം കോംപ്ലിക്കേഷനുള്ള ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ SLC പരീക്ഷയിൽ ഇത്തരമൊരു ചോദ്യം ഉണ്ടാകില്ല എന്ന് ഉറപ്പാണ്. എന്നാൽ നാം പഠിക്കുന്നത് കേവലം പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമല്ലാത്തതിനാൽ ഇതിൻ്റെ ഉത്തരവും നമുക്ക് കണ്ടെത്തേണ്ടതുണ്ട്. ഇതിലെ ആദ്യത്തെ ചോദ്യം ഇതാണ്: ഇവിടെ ഉപയോഗിക്കുന്ന മിറർ ഏതു തരമാണെന്നാണ്. ഒരു മിററിന് മുന്നിൽ ഒരു ഓബ്ജക്റ്റ് വെച്ചാൽ ഓബ്ജക്റ്റിനേക്കാൾ വലിയ ഇമേജ് ഉണ്ടാക്കാൻ കഴിയുക കോൺകേവ് മിററിന് മാത്രമാണ്. അപ്പോൾ ഇവിടെ വസ്തുവിന്റെ ഓബ്ജക്റ്റിന്റെ 5 ഇരട്ടി വലിപ്പമുള്ള ഇമേജ് ഉണ്ടാകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നതിൽ നിന്നും ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന മിറർ കോൺകേവ് മിറർ ആണ് എന്ന് ഉറപ്പിക്കാവുന്നതാണ്.
അപ്പോൾ ഒരു ഉത്തരം കിട്ടിക്കഴിഞ്ഞു. ഇവിടെ ഉപയോഗിച്ച മിറർ കോൺകേവ് മിറർ. ഇനി ഇവിടുത്തെ അടുത്ത ചോദ്യം, ഒരു മിററിന് മുന്നിൽ അതിൻ്റെ 5 ഇരട്ടി വലിപ്പമുള്ള ഇമേജ് ഉണ്ടാകണമെങ്കിൽ ആ മിററിന്റെ ഫോക്കൽ ലെങ്ത് എത്രയായിരിക്കും എന്നതാണ്. ഇവിടെ ഓബ്ജക്റ്റ് ഡിസ്റ്റൻസ് കൃത്യമായി തന്നിട്ടില്ലാത്തതിനാൽ അത് എക്സ് എന്ന് പരിഗണിക്കുന്നു. നോക്കൂ, എക്സ് എന്നല്ല -x എന്നാണ് കൊടുത്തിരിക്കുന്നത്. കാരണം ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ അനുസരിച്ച് ഈ ദൂരം എക്സ് എന്ന ദൂരം പോളിൽ നിന്നും ഇടതുഭാഗത്തേക്കായതിനാൽ നെഗറ്റീവ് ആയിരിക്കുമെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ ഇവിടെ ഓബ്ജക്റ്റ് ഡിസ്റ്റൻസ് u -x. ഇനി ഓബ്ജക്റ്റിൽ നിന്നും 5 മീറ്റർ അകലത്തിലാണ് ഇമേജ് ഉണ്ടാകുന്നതെന്ന് ചോദ്യത്തിൽ പറഞ്ഞതനുസരിച്ച് ഓബ്ജക്റ്റിൽ നിന്നും 5 മീറ്റർ ഇടത്തേക്ക് മാറി ഇമേജും അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ചിത്രത്തിൽ. ആ ദൂരവും നെഗറ്റീവ് ആണെന്ന് ഓർക്കുക. ഇപ്പോൾ നമുക്ക് u -x ആണെന്നറിയാം, v -x പ്ലസ് -5 ആണെന്നറിയാം. ചിത്രത്തിൽ നിന്ന് വ്യക്തമാണ്, മിററിൽ നിന്ന് ഇമേജിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് -x പ്ലസ് -5 ആണ്. ഇനി മറ്റൊരു കാര്യം ചോദ്യത്തിൽ നിന്ന് കിട്ടുക ഇതിന്റെ മാഗ്നിഫിക്കേഷൻ ആണ്. മാഗ്നിഫിക്കേഷൻ 5 ആണെന്നും ഇമേജ് ഇൻവെർട്ടഡ് ആയതിനാൽ ഈ മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് ആയിരിക്കുമെന്ന് നമുക്കറിയാം. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇമേജ് ഇൻവെർട്ടഡ് ഇമേജ് ആണെന്ന് ചോദ്യത്തിൽ പറയുന്നില്ല. എന്നാൽ ഓബ്ജക്റ്റ് വെച്ച അതേ ഭാഗത്ത് തന്നെ ഇമേജ് ഉണ്ടാകുന്നതിനാൽ അത് സ്ക്രീനിലാണ് ഉണ്ടാകുക എന്നും സ്ക്രീനിൽ ഉണ്ടാകുന്ന ഈ ഇമേജ് റിയൽ ഇമേജ് ആയിരിക്കുമെന്നും അത് ഇൻവെർട്ടഡ് ആയിരിക്കുമെന്നും വ്യക്തമാണ്. ഒപ്റ്റിക്സുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ ഇത്തരത്തിൽ ഓരോ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടെ നോട്ട് ചെയ്യേണ്ടതുണ്ട് എന്ന് ഒരിക്കൽ കൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി നമുക്ക് സൊല്യൂഷനിലേക്ക് വരാം. സാധാരണഗതിയിൽ ചെയ്യാറുള്ളത് പോലെ തന്ന കാര്യങ്ങൾ എടുത്തെഴുതുകയാണ്. u -x, v -x പ്ലസ് -5, m -5. ഇത്രയും കാര്യങ്ങളാണ് നമുക്കുള്ളത്. കാണേണ്ടതാകട്ടെ ഫോക്കൽ ലെങ്തുമാണ്. സാധാരണഗതിയിൽ നമ്മൾ ഫോക്കൽ ലെങ്ത് കാണാൻ മിറർ ഫോർമുലയാണ് ഉപയോഗിക്കുക. പക്ഷെ മിറർ ഫോർമുല ഉപയോഗിച്ച് ഫോക്കൽ ലെങ്ത് കാണണമെങ്കിൽ ഓബ്ജക്റ്റ് ഡിസ്റ്റൻസിന്റെയും ഇമേജ് ഡിസ്റ്റൻസിന്റെയും ന്യൂമറിക്കൽ വാല്യൂസ് ആവശ്യമാണ്. പക്ഷെ ഇവിടെ നമുക്ക് അതിൻ്റെ കൃത്യമായ വാല്യൂ അറിയില്ലാത്തതുകൊണ്ട് മറ്റു മാർഗങ്ങളിലൂടെ v, u എന്നിവ കണ്ടെത്തിയതിനു ശേഷം മാത്രമേ നമ്മുടെ ഫൈനൽ ഉത്തരത്തിലേക്ക് കടക്കാൻ കഴിയൂ. അപ്പൊ നമുക്കറിയാവുന്ന റിലേഷൻ ഉണ്ട്. മാഗ്നിഫിക്കേഷനും ഇമേജ് ഡിസ്റ്റൻസും ഓബ്ജക്ട് ഡിസ്റ്റൻസും തമ്മിലുള്ള ബന്ധം. അതെന്താണ്? m -v/u. ഫോർമുല എഴുതി ഇക്വേഷനിൽ മാഗ്നിഫിക്കേഷന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഈക്വൽ ടു ഇക്വേഷനിലെ മൈനസ് കൊടുത്തു, വിയുടെ വാല്യൂ -x പ്ലസ് -5. കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി അത് ബ്രാക്കറ്റിനകത്താണ് കൊടുത്തത്, ബൈ -x. ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും കോമൺ ആയിട്ട് ഒരു മൈനസ് ഉള്ളത് കൊണ്ട് 2 മൈനസും പോയി. പിന്നെ ഉള്ളത് -x പ്ലസ് -5/x. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ -5x -x പ്ലസ് 5. അപ്പോൾ -5x -x പ്ലസ് -5. റൈറ്റ് സൈഡിലെ x ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുന്നു. -5x പ്ലസ് x -5. LHS -4x ആയി റെഡ്യൂസ് ചെയ്യുന്നു. അങ്ങനെ -4x -5. then x -5/-4 equal to 5/4. that is equal to 1.25 meter. എക്സിന്റെ വാല്യൂ നമുക്ക് കിട്ടി. u -x -1.25 മീറ്റർ. ഇനി v കാണാൻ വിയുടെ ഇക്വേഷനിലേക്ക് x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. നമുക്ക് എന്തറിയാം? v -x പ്ലസ് -5 ആണെന്നറിയാം. അപ്പോൾ വാല്യൂ കൊടുക്കുമ്പോൾ -1.25 പ്ലസ് -5 ഈക്വൽ ടു -6.25 മീറ്റർ. ഇപ്പോൾ നമുക്ക് u, v എന്നിവകളുടെ ന്യൂമറിക്കൽ വാല്യൂസ് ലഭിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മിറർ ഫോർമുല ഉപയോഗിക്കാം. f = uv/u + v. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു.
കാൽക്കുലേഷൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. കാൽക്കുലേറ്റ് ചെയ്തു നമുക്ക് -1.04 മീറ്റർ എന്ന് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യം നോക്കാം. എ മോട്ടോർ സൈക്ലിസ്റ്റ് ഒബ്സർവ്സ് എ കാർ കമ്മിങ് ഫ്രം ബിഹൈൻഡ് with a magnification 1/6. If the actual distance between the car and the bike is 30 meter, calculate radius of curvature of the mirror. റിയർ വ്യൂ മിററുമായി ബന്ധപ്പെട്ടതാണ് ചോദ്യം. ഉപയോഗിച്ച മിററിന്റെ റേഡിയസ് ഓഫ് കർവേച്ചർ ആണ് കാണാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ യു തന്നിട്ടുണ്ട്, ഓബ്ജക്റ്റ് ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്, 30 മീറ്റർ ആണ്. അതുപോലെ മാഗ്നിഫിക്കേഷനും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത് 2f ആണെന്ന്. അപ്പോൾ ഫോക്കൽ ലെങ്ത് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് റേഡിയസ് ഓഫ് കർവേച്ചർ കാണാൻ കഴിയൂ. ഇനി ഫോക്കൽ ലെങ്ത് കാണണമെങ്കിലോ മിറർ ഇക്വേഷനാണ് ഉപയോഗിക്കാൻ പറ്റുക. അതിന് യു വി എന്നിവകളുടെ വിലകൾ അറിഞ്ഞേ പറ്റൂ. പക്ഷെ ഇവിടെ യു വി തരുന്നതിന് പകരം യു എം എന്നിവയാണ് തന്നിട്ടുള്ളത്. അതിനാൽ നമുക്ക് ആദ്യം ഇമേജ് ഡിസ്റ്റൻസ് അഥവാ വി കണ്ടുപിടിക്കേണ്ടതുണ്ട്. അത് കണ്ടുപിടിച്ചതിന് ശേഷം മിറർ ഫോർമുലയുടെ സഹായത്തോടെ നമുക്ക് ഇതിന്റെ ഫോക്കൽ ലെങ്ത് കാണാം. അപ്പൊ നമുക്ക് തന്ന കാര്യങ്ങൾ എടുത്തെഴുതാം. എം ഈസ് ഈക്വൽ ടു 1/6. ഈ 1/6 പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമുക്കറിയാം മോട്ടോർ സൈക്ലിസ്റ്റ് ഉപയോഗിക്കുന്ന റിയർ വ്യൂ മിറർ ഉണ്ടാക്കുന്ന ഇമേജ് ഇറക്റ്റ് ഇമേജ് ആയിരിക്കും, നിവർന്ന ഇമേജ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ മാഗ്നിഫിക്കേഷൻ 1/6 പോസിറ്റീവ് ആകാനേ നിവൃത്തിയുള്ളൂ. അപ്പൊ അതുകൊണ്ട് എം ഈസ് ഈക്വൽ ടു 1/6, പോസിറ്റീവ് 1/6. പിന്നെ യു ഈക്വൽ ടു -30. നമുക്കറിയാം യു എല്ലായ്പ്പോഴും മൈനസ് തന്നെയാണ്. അപ്പൊ അത് എഴുതി. നമുക്ക് കാണേണ്ടത് വി ആണ്. അപ്പോ എം യു വി തമ്മിലുള്ള റിലേഷൻ നമുക്കറിയാം. എം ഈസ് ഈക്വൽ ടു -v/u ആണ്. ഫോർമുല എഴുതുന്നു. അതിലേക്ക് എമ്മിന്റെയും യുവിന്റെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 1/6 ഈസ് ഈക്വൽ ടു -v/-30. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -6v ഈക്വൽ ടു -30 എന്ന് കിട്ടും. ഓർ v ഈസ് ഈക്വൽ ടു -30/-6 ഈസ് ഈക്വൽ ടു 5 മീറ്റർ. ഇപ്പോൾ നമുക്ക് ഇമേജ് ഡിസ്റ്റൻസും കയ്യിലുണ്ട്, ഓബ്ജക്ട് ഡിസ്റ്റൻസും കയ്യിലുണ്ട്. ദെൻ മിറർ ഫോർമുല ഉപയോഗിക്കുന്നു. f ഈസ് ഈക്വൽ ടു uv/u + v. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ 6 മീറ്റർ എന്നാണ് കിട്ടുന്നത്. പക്ഷെ നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഫോക്കൽ ലെങ്ത് കാണാനല്ല, റേഡിയസ് ഓഫ് കർവേച്ചർ കാണാനാണ്. അപ്പോൾ നമുക്കറിയാം റേഡിയസ് കർവേച്ചർ എന്ന് പറയുന്നത് ഫോക്കൽ ലെങ്ത്തിന്റെ ട്വൈസ് ആയിരിക്കും. സോ റേഡിയസ് ഓഫ് കർവേച്ചർ r ഈസ് ഈക്വൽ ടു 2f ഈക്വൽ ടു 2 × 6 ഈക്വൽ ടു 12 മീറ്റർ. ഇനി നമുക്ക് നാലാമത്തെ ചോദ്യം നോക്കാം. എ ഷേവിംഗ് മിറർ ഓഫ് ഫോക്കൽ ലെങ്ത് 72 സെന്റിമീറ്റർ ഈസ് കെപ്റ്റ് ഇൻ എ ബ്യൂട്ടി ക്ലിനിക്. എ മാൻ uses it standing 18 centimeter away from the mirror. At what distance will the image be formed? Is the image real or virtual? What is the magnification of the image? ഒരു ഷേവിംഗ് മിററുമായി ബന്ധപ്പെട്ട് 3 ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. നോക്കൂ എന്തൊക്കെ തന്നിട്ടുണ്ട്. ഫോക്കൽ ലെങ്ത് തന്നിട്ടുണ്ട്. f is equal to 72 സെന്റിമീറ്റർ. ശ്രദ്ധിക്കുക, ഷേവിംഗ് മിററായി ഉപയോഗിക്കുന്നത് കോൺകേവ് മിറർ ആണ്. കോൺകേവ് മിററിന്റെ ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് ആണ്. അതുകൊണ്ട് എഫ് ഈസ് ഈക്വൽ ടു -72 എന്ന് എടുത്തെഴുതുന്നു നമ്മൾ. ഇനി ഇമേജ് ഡിസ്റ്റൻസ് യു, അതായത് ഇയാൾ നിൽക്കുന്നത് മിററിൽ നിന്നും 18 സെന്റിമീറ്റർ ദൂരേക്ക് മാറിയാണ്. അപ്പോൾ അയാളാണ് ഇവിടുത്തെ ഓബ്ജക്റ്റ്. സോ യു ഈസ് ഈക്വൽ ടു 18 സെന്റിമീറ്റർ അഥവാ -18 സെന്റിമീറ്റർ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കണ്ണാടിയിൽ എവിടെയാണ് ഇമേജ് ഉണ്ടാവുക അഥവാ എത്ര ഡിസ്റ്റൻസിലാണ് ഇമേജ് ഉണ്ടാവുക? വി ആണ് കണ്ടുപിടിക്കേണ്ടത്. സ്വാഭാവികമായി നമ്മൾ മിറർ ഫോർമുലയാണ് ഇവിടെ ഉപയോഗിക്കുക. മിറർ ഫോർമുലയിലെ 3 വേരിയബിളുകളിൽ 2 വേരിയബിൾ അവൈലബിൾ ആണ്. വി എന്ന വേരിയബിൾ ആണ് കണക്കാക്കേണ്ടത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളത് പോലെ മിറർ ഫോർമുല 1/f is equal to 1/v plus 1/u ആണ്. പക്ഷേ നമുക്ക് കാണേണ്ടത് ഇവിടെ വി ആയതുകൊണ്ട് ആ ഭാഗം ഇടത്താക്കി എഴുതുന്നു. അഥവാ 1/v plus 1/u equal to 1/f. കണക്കാക്കേണ്ടത് വി ആണ്. വി ഉൾപ്പെടുന്ന ഭാഗം മാത്രം ഇടതുവശത്ത് നിലനിർത്തി ബാക്കിയുള്ളത് റൈറ്റ് സൈഡിലേക്ക് മാറ്റി എഴുതുമ്പോൾ 1/v is equal to 1/f minus 1/u എന്ന് ലഭിക്കുന്നു. വിലകൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇത് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. അതിൻ്റെ സൈനൊക്കെ നോക്കിയിട്ട് വേണം കാൽക്കുലേഷൻ നടത്താൻ. 1/-72 -
1/-18. അപ്പോൾ രണ്ടാമത്തെ പാർട്ടിൽ 2 നെഗറ്റീവ് വരുന്നുണ്ട്. അപ്പോൾ അത് പോസിറ്റീവായി 1/-72 + 1/18. കാൽക്കുലേഷൻ്റെ ഭാഗമായി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 18 - 72 /-72 × 18 = -54/-72 × 18 = 3/72. V is equal to 72/3 = 24 സെന്റിമീറ്റർ. ഇവിടെ ഇമേജ് ഡിസ്റ്റൻസ് V ലഭിച്ചിരിക്കുന്നത് +24 ആണ്. അഥവാ പോളിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് മാറി 24 സെന്റിമീറ്റർ ദൂരത്തായിരിക്കും. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ മിററിന്റെ പിന്നിലായിരിക്കും ഉണ്ടാവുക. ചോദ്യത്തിൽ ചോദിച്ച അടുത്ത ചോദ്യം എന്താണ്? ഈ ഇമേജ് റിയൽ ആണോ വെർച്വൽ ആണോ എന്നാ. തീർച്ചയായും കണ്ണാടിയുടെ പിറകിലുണ്ടാകുന്ന ഇമേജ് വെർച്വൽ ഇമേജ് ആയിരിക്കും. അപ്പോൾ ഉത്തരം വെർച്വൽ ഇമേജ്. മറ്റൊരു ചോദ്യമുണ്ട്, മാഗ്നിഫിക്കേഷൻ ആണ്. മാഗ്നിഫിക്കേഷൻ കാണാൻ നമുക്ക് 2 ഫോർമുലയുണ്ട്. ഇവിടെ ഏതായാലും ഇമേജ് ഡിസ്റ്റൻസും ഓബ്ജക്റ്റ് ഡിസ്റ്റൻസും അറിയാവുന്നത് കൊണ്ട് മാഗ്നിഫിക്കേഷൻ ഈസ് ഈക്വൽ ടു -V/U എന്ന ഫോർമുല ഉപയോഗിക്കുന്നു. അപ്പോൾ -Vയുടെ വാല്യൂ ആയ 24 / -18 = 1.33 എന്നാണ് കിട്ടുക. പ്രത്യേകം ശ്രദ്ധിക്കുക, പോസിറ്റീവാണ്, 1 വലുതാണ്. അപ്പോൾ ഇമേജ് മാഗ്നിഫൈഡ് ഇമേജ് ആയിരിക്കും. മാത്രവുമല്ല അത് ഇറക്റ്റ് ഇമേജ് ആയിരിക്കുമെന്നും മനസ്സിലാക്കാം. ഇനി അടുത്ത ചോദ്യം നോക്കൂ. റാപ്പ് എ റബ്ബർ ബോൾ ഓഫ് ഡയമീറ്റർ 12 cm completely with an aluminium foil and make the surface smooth. Where will be the image of an object kept 12 cm away from the center of the ball? Is the image real or virtual? അപ്പോൾ ഒരു റബ്ബർ ബോൾ മിനുസപ്പെടുത്തി ഒരു കണ്ണാടി പോലെ ആക്കിയെടുത്തതിന് ശേഷം അതിന്റെ മുന്നിൽ ഒരു ഒബ്ജക്റ്റ് വെക്കുന്നു. ആ മിററിൽ അല്ലെങ്കിൽ മിററായി മാറ്റപ്പെട്ട പന്തിൽ രൂപപ്പെടുന്ന ഇമേജ് എവിടെയായിരിക്കും എന്നതാണ് ചോദ്യം. ചോദ്യത്തിൽ പറയുന്ന കാര്യങ്ങൾ അവിടെ ചിത്രീകരിച്ചിട്ടുണ്ട്. അപ്പോൾ കാര്യങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും, മിററിന്റെ വസ്തുവിന് അഭിമുഖമായ ഭാഗം ഒരു കോൺവെക്സ് മിററായി ആക്ട് ചെയ്യും. അതിന്റെ ഫോക്കൽ ലെങ്ത് 3 ആയിരിക്കും. ഇനി നോക്കൂ, സെന്ററിൽ നിന്നും 12 സെന്റിമീറ്റർ അകലത്തിലാണ് ഓബ്ജക്റ്റ് വെക്കുന്നത്. അപ്പോൾ പന്തിന്റെ സർഫസിൽ നിന്നും, മറ്റർത്ഥത്തിൽ പറഞ്ഞാൽ മിററിൽ നിന്നും കേവലം 6 സെന്റിമീറ്റർ അകലത്തിലായിരിക്കും ഓബ്ജക്റ്റ് വരിക. അപ്പോൾ ഡിറക്റ്റായി നമുക്കിവിടെ ഫോക്കൽ ലെങ്ത് 3 സെന്റിമീറ്റർ ആണെന്ന് അറിയാം. ഓബ്ജക്റ്റ് ഇരിക്കുന്നത് 6 സെന്റിമീറ്റർ അകലത്തിലാണ്, അഥവാ U is equal to 6 സെന്റിമീറ്റർ ആണെന്നും അറിയാം. ഇനി നമുക്ക് മിറർ ഫോർമുല ഉപയോഗിച്ച് V കണ്ടെത്താവുന്നതേയുള്ളൂ. അപ്പോൾ നമ്മൾ എടുത്തെഴുതുന്നു F is equal to 3 സെന്റിമീറ്റർ. നോക്കൂ, +3 എന്നാണ് എഴുതിയത്. കാരണം ഇത് കോൺവെക്സ് മിറർ ആയിട്ടാണ് ആക്ട് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഫോക്കൽ ലെങ്ത് +3 സെന്റിമീറ്റർ ആയിരിക്കും. U is equal to -6. V കാണണം. തൊട്ട് മുൻപ് ചെയ്തതുപോലെ തന്നെ മിറർ ഫോർമുലയെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് 1/V is equal to 1/F minus 1/U എന്നാക്കുന്നു. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 1/3 minus 1/-6 equal to 1/3 plus 1/6. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6 + 3/6 × 3 equal to 9/18. 1/V is equal to 9/18 എന്നാണ് കിട്ടുക. നമുക്ക് V ആണ് കാണേണ്ടത്. റെസിപ്രോക്കൽ എടുക്കുന്നു. V is equal to 18/9 equal to 2 സെന്റിമീറ്റർ എന്ന് കിട്ടുന്നു. അതായത് പന്തിനുള്ളിലായി 2 സെന്റിമീറ്റർ അകലത്തിലായിരിക്കും ഇമേജ് ഫോം ചെയ്യുക. അപ്പോൾ കണ്ണാടിക്ക് പിന്നിലാണ് രൂപപ്പെടുന്നത് എന്നുള്ളത് കൊണ്ട് ഇമേജ് വെർച്വൽ ആയിരിക്കുകയും ചെയ്യും. ഇനി അതിന്റെ മാഗ്നിഫിക്കേഷൻ കൂടി ചോദിച്ചിട്ടുണ്ട്. മാഗ്നിഫിക്കേഷൻ കാണാൻ നമുക്കറിയാം M is equal to -V/U ആണ്. അപ്പോൾ -2/-6 equal to 1/3 എന്നാണ് കിട്ടുക. അതായത് ഓബ്ജക്റ്റിന്റെ 1/3 വലിപ്പമുള്ള ഇമേജ് ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. ഇനി 6ാമത്തെ ചോദ്യം നോക്കാം. We are able to read a book since light falling on a surface gets reflected from the book and reaches the eye. But on such occasion, we cannot see our image like that from a mirror. Explain why. അതിന്റെ ഉത്തരം അവിടെ വിശദീകരിച്ചിട്ടുണ്ട്. അവിടെ നടക്കുന്നത് ബുക്കിൽ നിന്നുള്ള റിഫ്ലക്ഷൻ
ഇറഗുലർ റിഫ്ലക്ഷനാണ്, സ്കാറ്റേർഡ് റിഫ്ലക്ഷനാണ്, ക്രമരഹിത റിഫ്ലക്ഷനാണ്, അതുകൊണ്ടാണ് ഇമേജ് രൂപപ്പെടാത്തത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു കാര്യം കൂടി പറയട്ടെ, ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി വരുന്നുണ്ട്. പക്ഷേ തൽക്കാലം SLC വിദ്യാർത്ഥികൾ എന്ന നിലയിൽ ഈ ചോദ്യത്തിന് ഈ രീതിയിൽ ഉത്തരം എഴുതി നമുക്ക് അവസാനിപ്പിക്കാവുന്നതാണ്. കാരണം റെഗുലർ റിഫ്ലക്ഷൻ ഉണ്ടായി എന്നതുകൊണ്ട് മാത്രം എല്ലായിടത്തും ഇമേജ് രൂപപ്പെടണമെന്ന് നിർബന്ധമൊന്നുമില്ല. അക്കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് ഹയർ ക്ലാസ്സുകളിൽ പഠിക്കാവുന്നതാണ്. ഇനി നമുക്ക് 7ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഈസ് ദ ഇമേജ് ഫോംഡ് ബൈ എ പ്ലെയിൻ മിറർ റിയൽ ഓർ വെർച്വൽ? റൈറ്റ് ആൻ ഇൻസ്റ്റൻസ് വെൻ സച്ച് മിറർ ഗീവ്സ് ആൻ ഇൻവേർട്ടഡ് ഇമേജ്. പ്ലെയിൻ മിറർ രൂപീകരിക്കുന്ന ഇമേജ് യഥാർത്ഥമാണോ, മിഥ്യയാണോ, റിയൽ ആണോ, വെർച്വൽ ആണോ എന്നാണ് ചോദ്യം. ഇനി തുടർന്ന് ചോദിക്കുന്നു, പ്ലെയിൻ മിറർ ഇൻവേർട്ടഡ് ഇമേജ് രൂപപ്പെടുത്തുന്നതിന് ഉദാഹരണം നൽകാമോ എന്നാ. അപ്പോൾ ആദ്യത്തെ ചോദ്യം വ്യക്തമാണ്. നമുക്കറിയാം പ്ലെയിൻ മിററിൽ നിന്നും നമുക്ക് വെർച്വൽ ഇമേജ് മാത്രമാണ് ലഭിക്കുക. അതോടൊപ്പം തന്നെ സാധാരണഗതിയിൽ പ്ലെയിൻ മിററിൽ നിന്നും നിവർന്ന ഇമേജുമാണ് കിട്ടുക, ഇറക്റ്റ് ഇമേജ് ആണ് കിട്ടുക. എന്നാൽ ഇൻവേർട്ടഡ് ഇമേജ് കിട്ടുന്ന സാഹചര്യങ്ങൾക്ക് ഉദാഹരണം പറയാമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. പരീക്ഷയെ സംബന്ധിച്ച് വലിയ പ്രാധാന്യമുള്ള ചോദ്യമൊന്നും അല്ല എങ്കിൽ കൂടിയും ഇപ്പോ നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ഒരു മിററിന് മുന്നിൽ വെർട്ടിക്കലായി ഒരു ഒബ്ജക്റ്റ് വെച്ചാൽ, ഇപ്പോൾ കണ്ണാടിന് മുകളിൽ ഒരാൾക്കായി നിൽക്കുകയാണ്, അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഇൻവേർട്ടഡ് ഇമേജ് ആയിരിക്കും അയാൾക്ക് കാണാൻ കഴിയുക. അപ്പോൾ ഈ കാണുന്നത് പോലെ ഒരു പ്ലെയിൻ മിററിലേക്ക് ഒരു ലീനിയർ ഓബ്ജക്റ്റ് വെർട്ടിക്കലായി വെച്ച് കഴിഞ്ഞാൽ ഇമേജ് ഇൻവേർട്ടഡ് ആയിട്ടായിരിക്കും നമുക്ക് കാണാൻ കഴിയുക. ഇത്രയും ചോദ്യങ്ങളാണ് ലേറ്റസ്റ്റ് SS ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഏതാനും കുറച്ച് ചോദ്യങ്ങൾ കൂടി പരിഗണിച്ചിട്ട് അവസാനിപ്പിക്കാം. The magnification of an image formed by a mirror is -1. Can you predict the type of mirror used? Where should be the position of the object? ഒരു മിററിൽ നിന്ന് രൂപപ്പെട്ട ഇമേജിന്റെ മാഗ്നിഫിക്കേഷൻ -1 ആണ്. ഇവിടെ ഉപയോഗിച്ച മിറർ ഏതാണെന്ന് പറയാമോ? ഓബ്ജക്റ്റിന്റെ പൊസിഷൻ എവിടെയായിരിക്കും? അപ്പോൾ നോക്കൂ, മാഗ്നിഫിക്കേഷൻ 1 ആണ്. അപ്പോൾ ഓബ്ജക്റ്റിന്റെ അതേ വലിപ്പമുള്ള ഇമേജ് ആണ് ഉണ്ടാകുന്നത് എന്ന് വ്യക്തമാണ്. വസ്തുവിന്റെ അതേ വലിപ്പമുള്ള ഇമേജ് ഉണ്ടാക്കുന്ന ദർപ്പണങ്ങൾ, മിററുകൾ കോൺകേവ് മിററും പ്ലെയിൻ മിററുമാണ്. അപ്പോൾ ഉത്തരം ഒന്നുകിൽ എന്താകാം, പ്ലെയിൻ മിറർ ആകാം, അല്ലെങ്കിൽ കോൺകേവ് മിറർ ആകാം. എന്നാൽ ഇവിടെ മാഗ്നിഫിക്കേഷൻ 1 അല്ല -1 ആണ് എന്നത് ശ്രദ്ധിക്കുക. അങ്ങനെ വരുമ്പോൾ ഇമേജ് ഇൻവേർട്ടഡ് ആയിരിക്കണം, തലകീഴായതായിരിക്കണം. വസ്തുവിന്റെ അതേ വലിപ്പമുള്ളതും എന്നാൽ ഇൻവേർട്ടഡുമായിട്ടുള്ള, തലകീഴായതുമായുള്ള ഇമേജ് ഉണ്ടാക്കാൻ കഴിയുന്നത് കോൺകേവ് മിററിന് മാത്രമാണ്. അതുകൊണ്ട് ഇവിടെ ഉപയോഗിക്കുന്ന മിറർ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇമേജ് ഉണ്ടാക്കാൻ കഴിയുന്ന മിറർ കോൺകേവ് മിറർ തന്നെയായിരിക്കും. അടുത്തത്, ഇങ്ങനെ ഒരു ഇമേജ് രൂപപ്പെടണമെങ്കിൽ ഓബ്ജക്റ്റ് എവിടെയായിരിക്കണമെന്നാണ്. നമുക്കറിയാമല്ലോ, വസ്തുവിനേക്കാൾ വലുതും ചെറുതും വസ്തുവിന്റെ അതേ വലിപ്പമുള്ളതുമായ ഇമേജുകൾ രൂപപ്പെടുത്താൻ കഴിയുന്ന മിററാണ് കോൺകേവ് മിറർ. മിററിന്റെ സെന്റർ ഓഫ് കർവേച്ചറിൽ ഓബ്ജക്റ്റ് വെക്കുമ്പോഴാണ് അതേ വലിപ്പമുള്ള ഇമേജ് കിട്ടുന്നത്. അതുകൊണ്ട് ഇവിടുത്തെ 2ാമത്തെ ഉത്തരം മിററിന്റെ സെന്റർ ഓഫ് കർവേച്ചറിൽ അഥവാ സിയിൽ എന്നാണ് ഉത്തരമായി വരേണ്ടത്. അടുത്ത ചോദ്യം, 9ാമത്തെ ചോദ്യം നോക്കാം. When an object is placed in front of a convex mirror of focal length 30 cm, image is formed behind the mirror at a distance of 12 cm from the mirror. Where should be the position of the object? Find the magnification of the image. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. മിററിന്റെ ഫോക്കൽ ലെങ്ത് തന്നിട്ടുണ്ട്, മിറർ ഏത് തരമാണെന്ന് കൃത്യമായി പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ F is equal to 30 cm. മിറർ കോൺവെക്സ് ആയതുകൊണ്ട് പോസിറ്റീവ് തന്നെ എഴുതി. ഇനി ഇമേജ് ഡിസ്റ്റൻസ് 12 cm എന്ന് പറഞ്ഞിട്ടുണ്ട്. അതും പോസിറ്റീവോ നെഗറ്റീവോ എന്ന് പറഞ്ഞിട്ടില്ല, പക്ഷേ മിററിന്റെ പിന്നിലാണ്, ബിഹൈൻഡ് ദ മിറർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പോളിൽ നിന്ന് വലത്തേക്കുള്ള ദൂരമായിരിക്കും, V പോസിറ്റീവുമാണ്. ചുരുക്കത്തിൽ Fഉം Vയും തന്നിട്ടുണ്ട്. എന്ത് കാണണം? ഓബ്ജക്റ്റ് ഡിസ്റ്റൻസ് ആണ് കാണേണ്ടത്. ഇത്തരത്തിൽ ഒരു ഇമേജ് ഉണ്ടാകണമെങ്കിൽ എവിടെയായിരിക്കണം ഓബ്ജക്റ്റ് വെക്കേണ്ടത്? മിറർ ഫോർമുല ഉപയോഗിക്കുന്നു. 1/v + 1/u is equal to 1/f. നമുക്ക് കാണേണ്ടത് 1/u ആയതിനാൽ 1/u മാത്രം ലെഫ്റ്റ് സൈഡിൽ നിർത്തുന്നു, ബാക്കിയുള്ളത് റൈറ്റ് സൈഡിലേക്ക് മാറ്റി എഴുതി. അപ്പോൾ നമുക്ക് 1/u കാണാനുള്ള ഫോർമുലയായി 1/u is equal to 1/f - 1/v. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക്
യു ഈസ് ഈക്വൽ ടു -20 സെന്റിമീറ്റർ എന്ന് കിട്ടുന്നു. അതായത് മിററിന് മുന്നിൽ 20 സെന്റിമീറ്റർ അകലത്തിലായിരിക്കണം ഇവിടെ ഓബ്ജക്റ്റ് വെക്കേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ലൈക്ലി ടു ബി ദ മാഗ്നിഫിക്കേഷൻ ഓഫ് ആൻ ഇമേജ് ഫോംഡ് ബൈ എ കോൺവെക്സ് മിറർ? മിററുകളുടെ 4 മാഗ്നിഫിക്കേഷൻ സാധ്യതകൾ കൊടുത്തിട്ടുണ്ട്. ഒരു കോൺവെക്സ് മിറർ രൂപീകരിക്കുന്ന ഇമേജിന്റെ മാഗ്നിഫിക്കേഷൻ ആകാൻ സാധ്യതയുള്ളത് ഏത് എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്കറിയാം, ഒരു കോൺവെക്സ് മിറർ ഓബ്ജക്റ്റിന്റെ ചെറിയ ഇമേജ് മാത്രമേ ഉണ്ടാക്കൂ. അതിനാൽ മാഗ്നിഫിക്കേഷൻ എല്ലായ്പ്പോഴും 1 കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ തന്നിട്ടുള്ള 4 ഓപ്ഷനുകളിൽ അവസാനത്തെ 2 നമുക്ക് ആദ്യമേ ഒഴിവാക്കാം. അതായത് ഒന്നുകിൽ +½ അല്ലെങ്കിൽ -½ ആണ് ഇവിടെ വരാൻ സാധ്യതയുള്ള ഉത്തരങ്ങൾ. ഇനി അതിലേതാണെന്ന് തീരുമാനിക്കേണ്ടതുണ്ട്. നമുക്കറിയാമല്ലോ, കോൺവെക്സ് മിറർ ഇറക്റ്റ് ഇമേജ് മാത്രമേ രൂപീകരിക്കാറുള്ളൂ, നിവർന്ന ഇമേജ് മാത്രമേ രൂപീകരിക്കാറുള്ളൂ. അപ്പോൾ തീർച്ചയായും മാഗ്നിഫിക്കേഷൻ പോസിറ്റീവും ആയേ പറ്റൂ. അപ്പോൾ 1നേക്കാൾ കുറവുമാകണം, പോസിറ്റീവുമാകണം. അത്തരത്തിൽ ഒരേ ഒരു വാല്യൂ മാത്രമേ തന്നിട്ടുള്ളൂ, അത് +½ ആണ്. സോ ഇവിടുത്തെ ഉത്തരം ½. ഇനി 11ാമത്തെ ചോദ്യം നോക്കൂ. ദ മാഗ്നിഫിക്കേഷൻ ഓഫ് ഇമേജ് ഫോംഡ് ബൈ എ പ്ലെയിൻ മിറർ ഈസ് ഡാഷ് 1, -1, ലാർജർ ദാൻ 1, സ്മോളർ ദാൻ 1. നോക്കൂ, മിറർ പ്ലെയിൻ മിറർ ആണ്. അത് എല്ലായ്പ്പോഴും ഓബ്ജക്റ്റിന്റെ അതേ വലിപ്പമുള്ള ഇമേജ് മാത്രമേ ഉണ്ടാക്കൂ എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ മാഗ്നിഫിക്കേഷൻ 1 ആയിരിക്കുമെന്ന് ഉറപ്പാണ്. ഇനി അത് +1 ആണോ -1 ആണോ എന്ന് പരിശോധിച്ചാൽ മാത്രം മതിയാകും. പ്ലെയിൻ മിറർ രൂപീകരിക്കുന്ന ഇമേജ് നിവർന്ന ഇമേജ് ആയതിനാൽ മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ ഉത്തരം 1. 12ാമത്തെ ചോദ്യം. ഇറ്റ് ഈസ് ഗിവൺ ദാറ്റ് മാഗ്നിഫിക്കേഷൻ ഓഫ് ആൻ ഇമേജ് ഈസ് -2. വാട്ട് ഓൾ ദ ഇൻഫർമേഷൻ അബൌട്ട് ദ ഇമേജ് ഡു യു ഗെറ്റ് ഫ്രം ദിസ്? ഒരു ഇമേജിന്റെ മാഗ്നിഫിക്കേഷൻ -2 ആണ് എന്ന് പറഞ്ഞിരിക്കുന്നു. ഇതിൽ നിന്ന് എന്തെല്ലാം വിവരങ്ങളാണ് നിങ്ങൾക്ക് ലഭിക്കുക എന്നതാണ് ചോദ്യം. നമ്മൾ നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞതാണ്, മാഗ്നിഫിക്കേഷനിലൂടെ നമുക്ക് ഇമേജിനെ കുറിച്ച് ലഭ്യമാകുന്ന പ്രധാനമായ കാര്യം അതിൻ്റെ സൈസിനെ കുറിച്ചാണ്, വലിപ്പത്തെക്കുറിച്ചാണ്. മാഗ്നിഫിക്കേഷൻ 1ൽ കൂടുതലായാൽ ഇമേജിന് ഓബ്ജക്റ്റിനേക്കാൾ വലിപ്പം കൂടുതലുണ്ടാകും. മാഗ്നിഫിക്കേഷൻ 1ൽ താഴെയാണെങ്കിൽ ഇമേജ് ചെറുതായിരിക്കും. അല്ല, മാഗ്നിഫിക്കേഷൻ 1 ആണെങ്കിൽ ഓബ്ജക്റ്റിന്റെ അതേ വലിപ്പമുള്ളതുമായിരിക്കും. അതുപോലെ മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം. പോസിറ്റീവ് ആയാൽ ഇമേജ് നിവർന്നതായിരിക്കും, ഇറക്റ്റ് ഇമേജ് ആയിരിക്കും, വെർച്വൽ ഇമേജ് ആയിരിക്കും. അഥവാ നെഗറ്റീവ് ആയാൽ ഇൻവേർട്ടഡ് ഇമേജ് ആയിരിക്കും, തലകീഴായ ഇമേജ് ആയിരിക്കും, റിയൽ ഇമേജുമായിരിക്കും. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന മാഗ്നിഫിക്കേഷൻ -2 എന്നതാണ്. അപ്പോൾ സംഖ്യാപരമായി വാല്യൂ 2 ആണ്. അതിനർത്ഥം ഓബ്ജക്റ്റിന്റെ വലിപ്പം എത്രയാണോ അതിൻ്റെ ഇരട്ടി വലിപ്പമുള്ള ഇമേജ് ആയിരിക്കും ഉണ്ടാവുക. നെഗറ്റീവ് ആയതിൽ നിന്നും ഇമേജ് ഇൻവേർട്ടഡ് ഇമേജ് ആണെന്നും തലകീഴായ ഇമേജ് ആണെന്നും റിയൽ ഇമേജ് ആണെന്നും മനസ്സിലാക്കാൻ കഴിയും. അടുത്ത് നോക്കൂ. 2 plane mirrors are arranged at a certain angle and an object is placed at their bisector. If 11 images are formed due to multiple reflection, what is the angle between the mirrors? അപ്പോൾ ഈ ചോദ്യം പരീക്ഷയ്ക്ക് 2 തരത്തിൽ ചോദിക്കാം. മൾട്ടിപ്പിൾ റിഫ്ലക്ഷനിലൂടെ ഉണ്ടാകുന്ന ഇമേജുകളുടെ എണ്ണം കണക്കാക്കാൻ പറയാം, അപ്പോൾ ആംഗിൾ തന്നിട്ടുണ്ടാവും. തിരിച്ച് ഇമേജുകളുടെ എണ്ണം തന്നിട്ട് മിററുകൾക്കിടയിലുള്ള ആംഗിളും ചോദിച്ചേക്കാം. ഏത് ചോദിച്ചാലും നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നൊരു ഫോർമുല നമ്പർ ഓഫ് ഇമേജസ് n is equal to 360/θ-1 ആണ്. അപ്പോൾ നമ്മൾ ഫോർമുല എഴുതി. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് നമ്പർ ഓഫ് ഇമേജസ് ആയതുകൊണ്ട് ഇക്വേഷനിൽ n-ന്റെ വാല്യൂ കൊടുത്തു. അപ്പോൾ 11 is equal to 360/θ-1. ഇക്വേഷൻ റൈറ്റ് സൈഡിലെ -1-നെ ലെഫ്റ്റ് സൈഡിലേക്ക് നീക്കി എഴുതി. അപ്പോൾ 11 + 1 12. Then 360/θ is equal to 12 എന്ന് കിട്ടുന്നു. Then θ is equal to 360/12 equal to 30. അഥവാ മിററുകൾക്കിടയിലുള്ള ആംഗിൾ 30 ഡിഗ്രി ആകുമ്പോഴാണ് അതിൽ 11 ഇമേജുകൾ മൾട്ടിപ്പിൾ റിഫ്ലക്ഷനിലൂടെ രൂപപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. When a linear object of height 3 cm is placed before a concave mirror at a distance of 30 cm,
An image is formed on a screen at a distance of 20 centimeter. Find the length അല്ലെങ്കിൽ ഹൈറ്റ് ഓഫ് ദി ഇമേജ്. എന്തൊക്കെ തന്നിട്ടുണ്ടപ്പോ? ഓബ്ജക്റ്റിന്റെ സൈസ് തന്നിട്ടുണ്ട്, മിറർ കോൺകേവ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, ഓബ്ജക്റ്റ് 30 സെന്റിമീറ്റർ അകലത്തിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ ഇമേജ് ഡിസ്റ്റൻസും തന്നിട്ടുണ്ട്. കാണാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇമേജിന്റെ ഹൈറ്റ് ആണ് അല്ലെങ്കിൽ ലെങ്ത് ആണ്. അപ്പൊ നമുക്ക് തന്ന കാര്യങ്ങളൊക്കെ എടുത്തെഴുതാം. u is equal to -30, v -20 സെന്റിമീറ്റർ. ശ്രദ്ധിക്കുക, v ഇവിടെ -20 എന്നാണ് എടുത്തിരിക്കുന്നത്. കാരണം ചോദ്യത്തിൽ പറയുന്നു ഇമേജ് ഫോം ചെയ്യുന്നത് സ്ക്രീനിലാണെന്ന് പറയുന്നുണ്ട്. സ്ക്രീനിലാണ് ഇമേജ് രൂപപ്പെടുന്നതെങ്കിൽ ഓബ്ജക്റ്റ് ഇരിക്കുന്ന അതേ ഭാഗത്ത് തന്നെയാണ് ഇമേജ് ഉണ്ടാവുക, അഥവാ ഇടതുവശത്ത് തന്നെയായിരിക്കും. അതുകൊണ്ടാണ് വിക്ക് -20 എന്ന് കൊടുത്തത്. ഇനി HO, ഹൈറ്റ് ഓഫ് ഓബ്ജക്റ്റ് 3 സെന്റിമീറ്റർ, HI ഈക്വൽ ടു ഡാഷ്. നമുക്കറിയാം ഓരോ സന്ദർഭത്തിലും അതാതിന്റെ സാഹചര്യം അനുസരിച്ചാണ് നമ്മൾ ഫോർമുല സിലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് കാണേണ്ടത് ഹൈറ്റ് ഓഫ് ദി ഇമേജ് ആണ്. തന്നിട്ടുള്ളതാകട്ടെ വി, യു എന്നിവയുമാണ്. അപ്പോൾ ഇവ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഫോർമുലയാണ് നമുക്ക് ആവശ്യം. അപ്പോൾ നമുക്കൊരു റിലേഷൻ ഉണ്ട്. മാഗ്നിഫിക്കേഷൻ M is equal to HI/HO is equal to -V/U. അപ്പോൾ HI/HO is equal to -V/U എന്ന ഇക്വേഷൻ പരിഗണിച്ചാൽ അതിൽ HI ഒഴികെ ബാക്കി എല്ലാ വാല്യൂസും നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ അതിലേക്ക് വാല്യൂ കൊടുക്കുന്നു. HI/HOയ്ക്ക് പകരം 3 എന്ന് കൊടുത്തു. അത് +3 ആണ്. കാരണം ഓബ്ജക്റ്റ് സൈസ് പ്രിൻസിപ്പൽ ആക്സിൽ മുകളിലേക്കുള്ള ദൂരമാണ്. ഈക്വൽ ടു -V/U -20/-30. ഒരു നെഗറ്റീവ് പരസ്പരം നഷ്ടപ്പെട്ടു പോയി. ദെൻ -2/3 എന്ന് കിട്ടുന്നു. അപ്പോൾ HI is equal to 3 into -2/3 ഈക്വൽ ടു -2 സെന്റിമീറ്റർ എന്ന് കിട്ടുന്നു. അതായത് ഇമേജിന്റെ നീളം 2 സെന്റിമീറ്റർ ആയിരിക്കും. അവിടെ -2 വന്നതിന്റെ അർത്ഥം നിങ്ങൾക്കറിയാം, ഇൻവേർട്ടഡ് ആയിട്ടായിരിക്കും ഇമേജ് ഉണ്ടാവുക. ഇവിടെ ചോദ്യം സൈസ് എത്ര എന്ന് ചോദിച്ചത് കൊണ്ട് മാത്രമാണ് ലെങ്ത് 2 സെന്റിമീറ്റർ എന്ന് ഉത്തരം എഴുതിയത്. ഇനി അവസാനത്തെ ചോദ്യം നോക്കൂ. When an object is placed at a distance of 10 centimeter from a concave mirror, a virtual image having magnification 3 is formed. Find the position of the image. Next question, what must be the minimum distance of the object from the mirror for getting real image from this mirror? ചോദ്യത്തിൽ ഓബ്ജക്റ്റ് ഡിസ്റ്റൻസ് u തന്നിട്ടുണ്ട്, മിറർ കോൺകേവ് ആണെന്ന് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്, മാഗ്നിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ട് 3 ആണെന്ന്. അവിടെ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് പറഞ്ഞിട്ടില്ല, അത് നമുക്ക് തീരുമാനിക്കാം. അപ്പോൾ എടുത്തെഴുതാം നമുക്ക്. മാഗ്നിഫിക്കേഷൻ M is equal to 3. അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് എങ്ങനെ അറിയും? വെർച്വൽ ഇമേജ് ആണ് രൂപപ്പെട്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. മിറർ ഉണ്ടാക്കുന്ന വെർച്വൽ ഇമേജ് ഇറക്റ്റ് ഇമേജ് ആണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ M+3 ആയി എടുത്തു. ഇനി u ആണ്. u 10 എന്ന് തന്നിട്ടുണ്ട്. അത് എല്ലായ്പ്പോഴും നെഗറ്റീവ് ആയതുകൊണ്ട് u is equal to -10 സെന്റിമീറ്റർ. v equal to what? അപ്പോൾ നമുക്ക് ഇമേജിന്റെ പൊസിഷനാണ് കാണേണ്ടത്. ചില സന്ദർഭങ്ങളിൽ നമ്മൾ മിറർ ഫോർമുല ഉപയോഗിച്ചിട്ടാണ് ഇമേജ് പൊസിഷൻ കണക്കാക്കാറുള്ളത്. പക്ഷെ ഇവിടെ നമുക്ക് അതിനുള്ള സാഹചര്യമില്ല. കാരണം ഫോക്കൽ ലെങ്ത് തന്നിട്ടില്ലാത്തത് കൊണ്ട് M is equal to -V/U എന്ന ഫോർമുലയാണ് പരിഗണിക്കുക. അതിൽ M, U എന്നിവയുടെ വാല്യൂ അറിയാവുന്നത് കൊണ്ട് നമ്മൾ ആ ഫോർമുല സെലക്ട് ചെയ്തു. അപ്പോൾ എമ്മിന് 3 എന്ന് കൊടുത്തു. -V/-10 സോൾവ് ചെയ്യുമ്പോൾ V equal to 30 സെന്റിമീറ്റർ എന്ന് കിട്ടുന്നു. നോക്കൂ, +30 ആണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇമേജ് ഈസ് ഫോംഡ് ബിഹൈൻഡ് ദ മിറർ അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 30 സെന്റിമീറ്റർ. ഇനി അടുത്ത ചോദ്യം, ഈ മിററിൽ നിന്നും റിയൽ ഇമേജ് ലഭിക്കണമെങ്കിൽ ഓബ്ജക്റ്റ് എത്ര അകലത്തിലായിരിക്കണം എന്നതാണ് ഏറ്റവും കുറഞ്ഞത്. അപ്പൊ നമുക്കറിയാം, ഒരു കോൺകേവ് മിററിനെ സംബന്ധിച്ചോളം അതിൽ നിന്നും റിയൽ ഇമേജ് ലഭിക്കണമെങ്കിൽ ഓബ്ജക്റ്റ് വെക്കേണ്ടത് ഫോക്കൽ ലെങ്തിനും അപ്പുറമായിരിക്കണം, ബിയോണ്ട് F ആയിരിക്കണം. അപ്പോൾ ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയണമെങ്കിൽ മിററിന്റെ ഫോക്കൽ ലെങ്ത് അറിഞ്ഞേ പറ്റൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? തന്നിട്ടുള്ള വിവരങ്ങൾ ഉപയോഗിച്ച് U, V എന്നിവ ഉപയോഗിച്ച് അല്ലെങ്കിൽ മിറർ ഫോർമുല ഉപയോഗിച്ച് മിററിന്റെ ഫോക്കൽ ലെങ്ത് കണക്കാക്കുന്നു. F is equal to UV/U plus V എന്ന ഫോർമുല ഉപയോഗിച്ച് വിലകൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഫോക്കൽ ലെങ്ത് -15 സെന്റിമീറ്റർ എന്ന് കിട്ടുന്നുണ്ട്. മിററിന്റെ ഫോക്കൽ ലെങ്ത് 15 സെന്റിമീറ്റർ ആയതുകൊണ്ട് ഇതിൽ നിന്നും
റിയൽ ഇമേജ് കിട്ടണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 15 സെന്റിമീറ്റർ അകലെയെങ്കിലും ഓബ്ജക്റ്റ് വെക്കേണ്ടതുണ്ട്. അപ്പോൾ 15 സെന്റിമീറ്ററോ അതിൽ കൂടുതലോ അകലത്തിൽ ഓബ്ജക്റ്റ് വെച്ചാൽ മാത്രമേ ഈ മിററിൽ നിന്നും റിയൽ ഇമേജ് കിട്ടത്തുള്ളൂ. അതിനേക്കാൾ കുറഞ്ഞ ദൂരത്തിലാണ് വെക്കുന്നതെങ്കിൽ വെർച്വൽ ഇമേജ് ആയിരിക്കും ഉണ്ടാവുക, ഇറക്റ്റ് ഇമേജ് ആയിരിക്കും ഉണ്ടാവുക. ഇത്തരത്തിൽ കൂടുതൽ ചോദ്യങ്ങൾ ചെയ്ത് യൂണിറ്റിലെ മുഴുവൻ ആശയങ്ങളും നന്നായി മനസ്സിലാക്കുകയും പരീക്ഷയെ സധൈര്യം നേരിടുകയും ചെയ്യുക. നന്ദി, നമസ്കാരം.